اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدرك ومقدارك العظيم. അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാമിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര. ഏത് ഒരാൾ ഭൂമിയിൽ പ്രസവിക്കപ്പെടുമ്പോഴൊക്കെയും ഏതൊരാൾ ഭൂമിയിൽ പ്രസവിക്കപ്പെടുകയാണ്, ജനിക്കപ്പെടുകയാണ്, ആ ജനിക്കപ്പെടുന്ന സമയത്ത് ശുദ്ധ പ്രകൃതിയിലായിട്ട് മാത്രമേ ഒരാൾ ഭൂമിയിലേക്ക് വരുന്നുള്ളൂ. ഒരാൾ ജനിക്കുന്ന സമയത്ത് ശുദ്ധ പ്രകൃതിയിലാണ്. പിന്നെ അവനിൽ ജൂത സ്വഭാവങ്ങൾ, നസ്വാറയുടെ സ്വഭാവങ്ങൾ, മറ്റു നിരീശ്വര സ്വഭാവങ്ങൾ അവനിൽ ഉണ്ടാക്കുന്നത് അവരെ മാതാപിതാക്കളാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അപ്പം ഏതൊരു വ്യക്തിയും ശുദ്ധ പ്രകൃതിയിലാണ് ഈ ഭൂമിയിൽ ജനിക്കപ്പെടുന്നത്. ആ ശുദ്ധ പ്രകൃതി ഉണ്ടല്ലോ, അതൊരു വൃത്തത്തിൻ്റെ തുടക്കമാണ്. ആ വൃത്തം തുടങ്ങി അവൻ്റെ ഒടുക്കം വരുമ്പോൾ, അവൻ്റെ അവസാനം മരണം വരുമ്പോഴും അവൻ ആ ശുദ്ധ പ്രകൃതിയിൽ തന്നെയാണ് ഈ ലോകത്ത് നിന്ന് എന്ത് ചെയ്യേണ്ടത്, വിട പറയേണ്ടത്. എങ്ങനെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്, അതേ മടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നു. അതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ആ ശുദ്ധ സമയത്ത് മഹാന്മാര് അവരെക്കുറിച്ച് പറയുന്നുണ്ട്, വൽ ഫിത്രതു ഹിയൽ ഖുത്ബാനിയത്തുൽ ഉൾമ. ശുദ്ധ പ്രകൃതിയിൽ ഒരു മനുഷ്യൻ ഏറ്റവും ഉന്നതമായ ഖുത്ബാനിയത്തിന്റെ പദവിയിലാണ്. ആ പദവിയിൽ കിട്ടിയ ഒരു മനുഷ്യൻ, ആ പദവി കിട്ടിയ ഒരു മനുഷ്യൻ ആ പദവിയിൽ തന്നെ ഈ ലോകത്തിൽ നിന്ന് എന്ത് ചെയ്യണം, വിട പറയണം. ബാവാ മുദൂവിന്ന് കുതുബായി വന്നവർ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവരുടെ പിതാവിന്റെ മുതുകിൽ വെച്ച് തന്നെ എന്താണ്, കുത്തുബാണ്. ബാവാ മുദൂവിന്ന് കുത്തുബായി വന്നവർ. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം വഫാത്താകുമ്പോൾ പിന്നെ എന്തായിട്ടാ വഫാത്താകുന്നത്, കുത്തുബുൽ അഖ്താബായി. ലോകത്ത് മുഴുവൻ ഇസ്ലാം നിറച്ച്, ഈമാൻ നിറച്ച്, ഹുബ്ബ് നിറച്ച്, സ്വമേധയാൽ അല്ലാഹുവിലങ്ങ് ലയിച്ച് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ലോകത്തോട് വിട പറഞ്ഞു. ഏതൊരു മനുഷ്യന്റെ നുതുഫത്തിലും ആ ഒരു ഖുത്ബാനിയത്തിന്റെ പദവിയുണ്ട്. വൽ ഫിത്രതു ഹിയൽ ഖുത്ബാനിയത്തുൽ ഉൾമ. ഏതൊരാൾ ജനിക്കപ്പെടുന്ന സമയത്തും അവൻ ഉന്നതമായ മഹത്വമേറിയ ഖുത്ബാനിയത്തിന്റെ പദവിയിലാണ്. ആ ഒരു വൃത്തത്തിന്റെ തുടക്കത്തിൽ നിന്ന് അതിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നൊരവസ്ഥ അവനിൽ സംജാതമാകണം. അതിനവന് വേണ്ടി എന്തൊക്കെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല സൗകര്യപ്പെടുത്തി കൊടുക്കുന്നത് അതൊക്കെ അവനിൽ അല്ലാഹു നൽകിയിട്ടുണ്ട്. കുല്ലു ഇൻസാനിൻ ബിഐനിഹി ഹുവ കുതുബു വഖ്തിഹി വ ഇമാമു സമാനിഹി വ സുൽത്താനു അവാനിഹി ഫമാ ബഅസല്ലാഹു റുസുലഹു ഇല്ലാ ലിഅജ്ലിക്. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ആ നിയോഗം? ഏതൊരു മനുഷ്യനും ഈ ലോകത്ത് ജനിക്കുന്ന സമയത്ത് ഏതൊരവസ്ഥയിലാണോ ആ ഒരവസ്ഥയിലൂടെ അള്ളാഹുവിലേക്ക് അവനെ മടക്കി കൊണ്ടുപോയി കൊടുക്കുക എന്ന
ഒരു ഉത്തരവാദിത്തമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രവാചകന്മാരെയും ഏൽപ്പിച്ചിട്ടുള്ളത്. ആ പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ മുറബ്ബിയായ മശായിഖന്മാർ, ഉന്നതരായ കുത്തുബിന്റെ മഖാമിലുള്ള ആളുകൾ, അവരാണ് പിന്നെ എന്ത് ചെയ്യേണ്ടത്? ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുള്ള ചേറുചളികളെ ഇല്ലായ്മ ചെയ്ത്, എങ്ങനെയാണോ ഭൂമിയിലേക്ക് വന്നത് ആ സമയത്ത് അവനിൽ ഒന്നുമില്ല, നിഷ്കളങ്കനാണ്, ശുദ്ധ പ്രകൃതിയാണ്, അവനിൽ ഒന്നും കലർന്നിട്ടില്ല. ആ കലരാത്ത അവസ്ഥയിൽ അവനിങ്ങനെ ബാല്യകാലം, അവന്റെ ശൈശവം, ബാല്യം, കൗമാരം, യുവത്വം, അവന്റെ മദ്യം, വാർദ്ധക്യം, ഓരോ കാലങ്ങളിൽ ചെല്ലുമ്പോൾ അവനിൽ ഒരുപാട് ചേറുചളികൾ അടിഞ്ഞുകൂടുകയാണ്. ആ ഉന്നതമായ ഖുത്ബാനിയത്തിന്റെ പദവിയെ വലയം ചെയ്തുകൊണ്ട്, ഇല്ലായ്മ ചെയ്തുകൊണ്ട്, അഹങ്കാരം, അസൂയ, ഉൾനാട്യം, ഗീബത്തിന്റെ, നമീമത്തിന്റെ, അമ്മാറത്തിന്റെ, ലവ്വാമത്തിന്റെ, മുൽഹിമത്തിന്റെ അങ്ങനെ മാറാവ്യാധി രോഗങ്ങൾ അവന്റെ ഹൃദയത്തിൽ അങ്ങ് അടിഞ്ഞുകൂടി. അത് അടിഞ്ഞുകൂടുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ അടിഞ്ഞുകൂടുന്ന ആ മോശമായ കുമിളകളെ, ആ രോഗാണുക്കളെ ഇല്ലായ്മ ചെയ്യാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നായിബുകളായി, മുറബ്ബിയായ മശായിഖന്മാരെ, വലിയ ഉന്നതരായ കുത്തുബുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോധിക്കുന്നത്. ഒരു നോട്ടം കൊണ്ടുപോലും മുരീദന്മാരെ ഹൃദയത്തിലുള്ള ചേറുചളികളെ ഇല്ലായ്മ ചെയ്ത ഉന്നതരായ കുത്തുബുകളില്ലേ? ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ പോലെ, വേണ്ടിയിട്ട് വല്ലൊരു വസ്തുവിനെ നോക്കുകിൽ വേണ്ടിയ വണ്ണം മദീനയാക്കുന്നു അവർ എന്ന് ബഹുമാനപ്പെട്ട ഗൗസുല്ലാഹിനെ കുറിച്ച് ഖാദി മുഹമ്മദ് റഹ്മഹുല്ലാ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ എത്രയെത്ര അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ ഒരൊറ്റ നോട്ടം കൊണ്ട് മുരീദിന്റെ ഹൃദയത്തിലുള്ള ശൈത്താനിയായ എല്ലാ വസ്തുക്കളെയും ഇല്ലായ്മ ചെയ്യാൻ കഴിവുള്ള എത്രയോ ആളുകൾ. നഫ്സിയായ എന്തൊക്കെ ചേറുചളികളുണ്ടോ അതിനൊക്കെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന എത്രയെത്ര ആരിഫീങ്ങൾ. അപ്പൊ ആരിഫീകളാകുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നായിബായി അയച്ചത് തന്നെ മനുഷ്യ ഹൃദയത്തിലുള്ള ആ ഖുത്ബാനിയത്തുൽ ഉലമയെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവരെ ഈമാൻ സലാമത്താക്കി മരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എത്രയെത്ര ഉന്നതരായ അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ, ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയത്ത് സയ്യിദുന നജ്മുദ്ദീൻ കുബ്രവി റളിയല്ലാഹു അൻഹു അല്ലേ മഹാനെ രക്ഷപ്പെടുത്തിയത്? അല്ലേ? ബഹുമാനപ്പെട്ട രക്ഷപ്പെടുത്തിയതാരാ? നജ്മുദ്ദീൻ കുബ്രവി എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ആരിഫായ വലിയാണ്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിന്റെ എത്ര മുരീദന്മാരെ ഗൗസുൽ ആലം വഫാത്തിന്റെ സമയത്ത് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതാണൊരു മുറബ്ബി എന്ന് പറയുന്നത്. തബ്ലീഗു ശൈഇ ഇലാ കമാലിഹി ശൈഅൻ ഫശൈഅ, പടിപടിയായി അള്ളാഹുവിലേക്ക് ഉയർത്താൻ കഴിവുള്ളവനാണ് ഒരു മുറബ്ബി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് അവൻ ഒരു ശുദ്ധ പ്രകൃതിയിലാണ്, ഖുത്ബാനിയത്തിന്റെ പദവിയിലാണ് ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജനിക്കുന്ന സന്ദർഭത്തിൽ. ആ ഖുത്ബാനിയത്തിന്റെ പദവിയിലേക്ക് തന്നെ മടക്കി അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരവസ്ഥ ഒരു മനുഷ്യൻ ഉണ്ടാക്കി കൊടുക്കുക, അതാണ് ഒരു മുറബ്ബിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. ഇനി എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, എത്ര വലിയ മോശപ്പെട്ട ഹൃദയമാണെങ്കിലും, തമ്മാടിത്തരങ്ങൾ നിറഞ്ഞ ഹൃദയമാണെങ്കിലും, ഹുബ്ബ് എന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ ഒരു അവസ്ഥ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ചെന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് രോഗങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ മഹാന്മാരാകുന്ന ആളുകൾ നമ്മെ അതുകൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ ബഹുമാനപ്പെട്ട സയ്യിദി സ്വലാഹുദ്ദീൻ അത്തിജാനി അൽ ഹസനി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ ഏറ്റവും വലിയ നിർദ്ദേശം, നിങ്ങൾ ഹുബ്ബ് കൊണ്ട് നിങ്ങളെ ഹൃദയത്തിലുള്ള രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യണമെന്നാണ്. ഹുബ്ബ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഹൃദയത്തിലെ രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യുക. ആ കഴിവ് ഒരു മുറബ്ബിയായ മശായിഖ് അവൻ്റെ മുരീദന്മാർക്ക് നൽകുന്ന ഒരു കഴിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹുബ്ബിലൂടെ എല്ലാ രോഗങ്ങളെയും ഇല്ലായ്മ ചെയ്ത്, എങ്ങനെയാണോ നമ്മൾ ഈ ലോകത്തേക്ക് വന്നത്, ജനിക്കുന്ന സമയത്ത് നമ്മൾ കുത്തുബായിട്ടാണ് ജനിക്കുന്നത്, മരിക്കുന്ന സമയത്തും ആ കുത്തുബാനിയത്തിൻ്റെ പദവിയിൽ മരിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.